ഈ വാവും പൊക്കവും നോക്കി ചെറുക്ക് മരുന്നടിക്കണമെന്ന് പറയുന്നത് അതിനകത്ത് വല്ല കഥയുണ്ടോ? അതെ, അതിനകത്ത് കുറച്ച് നാട്ടറിവ് എനിക്കും കിട്ടിയ അറിവുകൾ വെച്ച് പറയുമ്പോൾ ഈ മാവിന്റെ പക്ക നമ്മൾ ഇൻസെക്ടിസൈഡ് അടിക്കുമ്പോഴത്തേനും ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന എന്നു വെച്ചാൽ കറുത്ത മാവിനൊരു 4 ദിവസം മുമ്പ് അടിക്കുക. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അത് ഒരു കമ്പനികളൊന്നും ആരും അവകാശപ്പെടാത്ത കാര്യം. നമുക്കറിയാം ഈ കറുത്താവിന്റെ സമയത്താണ് പ്രസവം നടക്കുന്നത്, ജീവികളുടെ എല്ലാം പ്രസവം. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ആ സമയത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ഈ സസ്യങ്ങളുടെയും അതിനെ സോഫ്റ്റ് ആക്കും. നമുക്കറിയാം, നമുക്ക് ആഞ്ഞിലിയൊക്കെ വെട്ടിയിടുമ്പോഴത്തേനും ഈ പക്കത്തിന് വെട്ടിയിടുമ്പോഴത്തേനും എന്താ അത് മറ്റേ പുഴുക്കുത്തിന് വീഴുന്ന കാണുന്നത്. അതുപോലെ ഇതെല്ലാം സോഫ്റ്റ് ആവും. ഇതെന്ന് വെച്ചാൽ പ്രകൃതി തന്നെ ഈ ജീവികൾക്ക് തിന്നാൻ വേണ്ടി പരുവത്തിലാക്കുന്നതാണ് ഇത്. അതാണ് ഇലയെല്ലാം വന്നത് കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് സോഫ്റ്റ് ആണ്. അപ്പൊ അത് ഈ 4 ദിവസം മുമ്പ് അടിക്കുമ്പോഴത്തേനും വിഷം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് വരുന്ന അടുത്ത ജനറേഷൻ ഇതെല്ലാം മൊത്തം പൊക്കോളും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ 4 ദിവസം മുമ്പ് അടിക്കുന്ന 4 ദിവസം മുമ്പ് അടിക്കുക. ഇതൊരു നാട്ടറിവാണ്, സയന്റിഫിക് ആയിട്ടുള്ള ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ യുക്തിയിലും നമുക്ക് അനുഭവത്തിലും നമുക്കറിയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വെളുത്താവിനും അങ്ങനെ എന്തോ സാധാരണ അങ്ങനെ അവർ പറയുമ്പോൾ തന്നെ ഫംഗിസൈഡ് അടിക്കുമ്പോഴത്തേനും വെളുത്താവിന് 4 ദിവസം പഠിക്കുക. അത് പ്രയോജനമാണെന്നാണ് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയം എനിക്ക് അറിയത്തില്ല. ഫംഗസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. പിന്നെ ഇതിനൊക്കെ നമ്മൾ അങ്ങനെ ആ സമയത്ത് ശരിക്കും നല്ല റിസൾട്ടാണ്. നമ്മളത് കറക്റ്റ് ഒരു ഇതായിട്ട് വെക്കണം. ആ ടൈം ടേബിൾ പോലെ നമ്മൾ വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്താലേ കൃഷി നന്നായിട്ട് വരുള്ളൂ. അത് ഭയങ്കര എഫക്റ്റീവാണ്. ശരിക്കും ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. തടി വെട്ടുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളിലും അല്ലേ പ്രകൃതി ചന്ദ്രനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ടാസ്കന്റ് ചിന്തിക്കുമ്പോഴും നമ്മൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വെള്ളത്തിന് വരെ മാറ്റമാണെന്ന് പറയുന്നത്. വെള്ളത്തിന് വരെ, കടലിൽ കിടക്കുന്ന വെള്ളത്തിന് വരെ മാറ്റമാണെന്ന് പറയുന്നത്. അതെ, അങ്ങനെ ജീവജാലങ്ങൾക്കുള്ള ആ സമയത്ത് ഇവരെല്ലാം ഒരുമിച്ച് നാമാവശേഷമാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അപ്പൊ നമ്മള് അതായത് പക്കം നോക്കി മരുന്നടിക്കുക. അങ്ങനെ പുതിയ ടെക്നിക്കും കൂടെ പറഞ്ഞു. ആരും പറയാത്ത കാര്യമാണ്, ഞാൻ പങ്കുവെച്ചെന്നുള്ളൂ.